ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് ഒനിയൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽ പൊറോട്ടയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് പാൽ പൊറോട്ടയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ 1 കപ്പ് മൈദ എടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു. അപ്പോൾ ഇതിൽ നമ്മൾ പാൽ ഒഴിച്ചിട്ടാണ് നമ്മുടെ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചേച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊറോട്ടയുടെ മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഫുള്ള് പാൽ ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ച് വീതം മാത്രമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് മാത്രം നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 കോഴിമുട്ടയാണ്. പിന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിന് പകരം നമുക്ക് നെയ്യ് യൂസ് ചെയ്യണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം നനവ് കൂടുതൽ തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലോണം ഒരു ചപ്പാത്തിയുടെ പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ. ഞാനൊരു 1/4 കപ്പ് മൈദ കൂടി ആഡ് ചെയ്തു. നന്നായിട്ട് നമ്മൾ മാക്സിമം കുഴച്ചെടുക്കുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ പൊറോട്ട സ്മൂത്തായിട്ട് വരുന്നത്. അപ്പോൾ നല്ലോണം നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് മൂടി വയ്ക്കാം. അതിന് ശേഷമാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി മാവ് നമുക്ക് ഒന്നുകൂടി നല്ലോണം കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവ് നല്ലോണം സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് 2 ബോളായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അതിൽ ഒരു ബോള് നന്നായിട്ട് പരത്തിയെടുക്കാം. മാക്സിമം എത്രത്തോളം നമുക്ക് തിന്നാക്കാൻ പറ്റൂ അത്രത്തോളം നമ്മൾ തിന്നാക്കി പരത്തിയെടുക്കണം. അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് വെള്ളം ഒഴിച്ചിട്ട് ഉള്ള പൊറോട്ടയാണ്. ഇത് പാലൊഴിച്ചിട്ടാകുമ്പോൾ കുറച്ചുകൂടി പൊറോട്ട ടേസ്റ്റി ആയിരിക്കും, നല്ല സ്മൂത്ത് ആയിരിക്കും. ഇതിന് പകരം പൊറോട്ട നമുക്ക് അടിച്ചു വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതൊരു ഈസി മെത്തേഡാണ്, എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്ന രീതിക്കാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റും. അപ്പോൾ ഷേപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല, മാക്സിമം തിന്നായിട്ട് നിങ്ങൾ പരത്തിയെടുക്കുക. സൈഡൊക്കെ ഒന്നുകൂടി നല്ലോണം പരത്തി റെഡിയാക്കുക. അപ്പം നമ്മൾ മാക്സിമം ഇവിടെ പരത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. ഫുൾ പോർഷനിൽ നല്ലോണം നെയ്യ് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇത് നമുക്ക് ലെയർ നന്നായിട്ട് കിട്ടത്തുള്ളൂ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നെയ്യാണ്. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തവർക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. നല്ലോണം കൈ വെച്ച് അതിൻ്റെ എല്ലാ സൈഡിലേക്കും ആ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും നോക്കണ്ട, ഇത് പരത്തിയെടുക്കുമ്പോൾ എത്രത്തോളം തിന്നാവോ അത്രയും തിന്നായിരിക്കുക, അത് മാത്രമാണ് കണ്ടീഷൻ.
ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു പാറ്റേണിൽ നമുക്ക് മടക്കി കൊടുക്കാം. ഇതിന് പകരം നമുക്ക് വേറെ മെത്തേഡ് യൂസ് ചെയ്യാറുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഫുള്ള് അങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ 3 പീസായിട്ട് കട്ട് ചെയ്യാം. വലിയ പൊറോട്ട വേണ്ടതെങ്കിൽ 3 പീസാക്കിയാൽ മതി. ഞാനിവിടെ ചെറിയ പൊറോട്ടകളാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് ഒരു 5 പോർഷനായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഈ ഒരു സൈസിൽ നമ്മൾ 5 പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് 5 ബോളാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ലെയറുകൾ കാണാൻ പറ്റും. നമ്മൾ സാധാരണ പൊറോട്ടയ്ക്കൊക്കെ ഉള്ള പോലെ ലെയർ ഈ മാവിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ അതിലൊരു പോർഷൻ എടുത്തു. നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ അത് പരത്തിയെടുക്കാം. അപ്പം ഇതൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പം നല്ലോണം നമുക്ക് മാക്സിമം തിന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഒത്തിരി തിന്നാക്കണ്ട, ലെയറുകൾ ഫോം ചെയ്യാണ്ട് വരും. അപ്പം എന്നാലും നമുക്ക് നല്ലോണം പരത്തിയെടുക്കാം. ഇപ്പം നമ്മൾ ഒരെണ്ണം പരത്തി കഴിഞ്ഞു. ഇതാണ് നമ്മൾ റെക്റ്റാങ്കുലർ ഷേപ്പിൽ പരത്തിയെടുക്കുന്ന മെത്തേഡ് കാണിച്ചത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ലോണം ലെയറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുക്കായി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ ലെയറൊക്കെ അറിയാൻ പറ്റും. ഇനി ഞാൻ അടുത്തായിട്ട് കാണിക്കുന്നത് വേറൊരു രീതിയിൽ നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുന്നതാണ്. റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പം നമ്മളതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചപ്പാത്തിക്കോല് വെച്ച് പരത്തിയെടുക്കാം. ഇപ്പം ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും പാലൊഴിച്ചിട്ട് ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കുന്നത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ റൗണ്ട് ഷേപ്പിലും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. അതിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്ക്ക് പകരം വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ പൊറോട്ട 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും നല്ലോണം ഇട്ട് കുക്ക് ചെയ്തെടുക്കണം. നല്ലോണം മൊരിഞ്ഞു വരും. ഒരു സൈഡ് കുക്കാവുന്ന അനുസരിച്ച് തിരിച്ചു ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ഒരു പൊറോട്ട നല്ലോണം റെഡി ആയിട്ട് വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് എല്ലാ പൊറോട്ടയും കുക്ക് ചെയ്തെടുക്കാം. പൊറോട്ട നമ്മൾ എത്രത്തോളം സമയം വെക്കുന്നു അതനുസരിച്ച് ഇത് പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ മാവ് നമ്മൾ പെട്ടെന്ന് കുഴച്ച് വെച്ചതിന് ഉടനെ തന്നെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം.
ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം ആ മാവ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവണം. അത്രത്തോളം നമ്മുടെ പൊറോട്ട സോഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും, നല്ലോണം ലെയറൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് കാണിക്കാം. നല്ലോണം ഇതിൻ്റെ ലെയറൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സാധാരണ പൊറോട്ട പോലെ തന്നെ വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.